Hi, Jobin. Oh my God! You look so beautiful. Love towards a big chechi. ബെസ്റ്റ് ജോഡിയാണ്. മാസ്റ്റർ മുത്താണ് ഞങ്ങളുടെ. 1 million. ഞങ്ങൾ ഫ്ലൈറ്റ് ഒരു മിസൈൽ ഞങ്ങളുടെ സൈഡിൽ കൂടെ പോയി. ഞങ്ങളുടെ വീട്ടിലെ ലാസ്റ്റ് കല്യാണമാണ് ഇന്ന്. അടിപൊളി, the most marvelous, beautiful part. കുഞ്ഞ് ഇത്രയും വളർന്നല്ലോ. Ashlyn ആണ് എല്ലാം. ദൈവം കറക്റ്റ് ആയിട്ടോ കാഷറിന്റെ വൈഫ് ആക്കിയത്. So handsome, അടിപൊളിയായിരിക്കും. ഫസ്റ്റ് കഴിഞ്ഞ ഇവളാണ്. My beautiful wife. ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട ഭർത്താവാണ്. അവളെ 10 വയസ്സുള്ളപ്പോൾ തൊട്ട് ഞങ്ങൾക്ക് അറിയാം. ഞായറാഴ്ചകളിൽ വണ്ടിയിൽ ഇരുന്ന് ഉറങ്ങുന്ന ഒരു വ്യക്തിയാണ്. If there was ever an option to choose parents in another lifetime, I would choose you over and over and over again. Already ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടോ? പറയേണ്ട ആവശ്യമില്ല. ക്ഷമയാണ് ഗമ. Ashlyn is I call her my കുഞ്ഞുമണി. ബിനു സീൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇപ്പൊ ഒരു ചേട്ടൻ മാതിരിയാണ്. നല്ലൊരു ബ്യൂട്ടിഫുൾ ഏഞ്ചൽ ആണ് നിങ്ങളുടെ കൂടെ. 1 + 1 = 1. Thank you so much. ഹലോ, ബിനു സീൻസ് ആണ്. ഞാൻ ഇപ്പം നിൽക്കുന്നത് നമ്മുടെ കൊട്ടാരക്കര ലാൻഡ്മാർക്ക് കൺവെൻഷൻ സെന്ററിലാണ്. ഇതിപ്പം രാവിലെ 7 മണിയായി. ഇന്ന് നമ്മുടെ ആഷ്ലിയുടെയും ജോബിന്റെയും വെഡിങ് ആണ്. അപ്പൊ ഇന്നത്തെ ദിവസം അവരോടൊപ്പമാണ്. ഈ ഫാമിലിയെ കുറിച്ചൊക്കെ പറയുമ്പോഴേ ഒരുപാട് പറയാൻ കാണും. ഈ വീട്ടിൽ ഇപ്പം 4ാമത്തെ കല്യാണമാണ്. അതായത് ജോബിന്റെയും ജസ്റ്റിൻ, അവർ ബ്രദേഴ്സ് ആണ് കേട്ടോ. അവർ രണ്ടുപേരുടെ വെഡിങ്ങും ബ്രൈഡിന്റെ സൈഡിലെ വെഡിങ്ങും, അങ്ങനെ 4 വെഡിങ് ആയിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഫാമിലി എല്ലാം ഭയങ്കര ഹാപ്പിയാണ്. അവരുടെ ആഗ്രഹം പോലൊക്കെ തന്നെ നമുക്കൊരു ടീമായിട്ട് വർക്ക് ചെയ്യാൻ കഴിഞ്ഞു. പെന്തിക്കോസ്റ്റ് വെഡിങ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് അനുഗ്രഹിക്കപ്പെട്ട ഒരു സെറിമണി ആയിരുന്നു. ഒത്തിരി നല്ല രീതിയിൽ നമുക്കത് ക്യാപ്ചർ ചെയ്യാൻ പറ്റി. നമ്മളതിൽ ഭയങ്കര ഹാപ്പിയാണ്, അവർ ഹാപ്പിയാണ്. പെന്തിക്കോസ്റ്റ് കല്യാണങ്ങളെ കുറിച്ച് കൂടുതൽ അറിയാനും കാണാനും ആഗ്രഹിക്കുന്നവർ നമ്മുടെ ഈ വ്ളോഗ് കാണണം. നമ്മുടെ വ്ളോഗിനെ കുറിച്ച് ഞാൻ പറയട്ടെ, വേൾഡിൽ ഒരു ഫാമിലി എന്റർടൈൻമെന്റ് ഫുള്ളി വെഡിങ് വ്ളോഗ് എന്ന് പറയുന്നത് ബിനു സീൻസ് മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. നിങ്ങൾ വേണമെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യാം, യൂട്യൂബിൽ സെർച്ച് ചെയ്യാം. കുടുംബം ഇഷ്ടപ്പെടുന്ന, ബന്ധങ്ങളെക്കുറിച്ച് കൂടുതൽ ഇഷ്ടമുള്ളവർ, പഴയ ഓർമ്മകൾ ഓർക്കാൻ കഴിയുന്നവർ, പേരൻസിനെ, കുട്ടികൾക്ക്, ഫാമിലി മെമ്പേഴ്സിനെ എല്ലാവർക്കും എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു ഫാമിലി വ്ളോഗാണ്. എല്ലാവരും കാണുക. ബിനു സീൻസ് ആണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക. ലെഫ്റ്റ് കീപ്പ് ചെയ്ത് കുറച്ചുകൂടെ മൂവ് ചെയ്ത് ഇവിടെ ഇങ്ങനെ പിടിക്കണേ, ചിരിച്ചോണ്ട്. റൈറ്റ് ഹാൻഡോടെ ബൊക്കയിലൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് ഫ്ലവറയിലൊക്കെ തൊട്ട്, ദാറ്റ്സ് പെർഫെക്റ്റ്. ലെഫ്റ്റ് ഹാൻഡോടെ മുടിയൊക്കെ ഒന്ന് കോംബ് ചെയ്ത്, പെർഫെക്റ്റ് ഡിയർ. വാവ്, നൈസ്. ലിപ്സ് ഓപ്പൺ സ്ലോലി, ദാറ്റ്സ് ഗുഡ്. ഹെയറൊക്കെ ഒന്ന് കോംബ് ചെയ്ത് നൈസായിട്ട് ബൊക്കയിലൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് ചിരിച്ചോണ്ട്, ദാറ്റ്സ് ഗുഡ്, പെർഫെക്റ്റ്. നമസ്കാരം, ഗുഡ് മോർണിംഗ്. അതെ, എന്താ സംഭവം അറിയോ? ചേച്ചി അടിപൊളിയായിട്ട് ഒരുങ്ങി ഷൂട്ടായിട്ട് ഗൗണ് കിട്ടിയില്ല. അയ്യോ, ഗൗൺ എന്താ തയ്പ്പിച്ചില്ല, റെഡി ആയില്ലായിരുന്നു. ശരിയായില്ലെന്ന് എന്റെ അറിവ്. ഗൗണ് കിട്ടിയില്ലെന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോ അവരെന്ത് പറഞ്ഞു? അവര് പറഞ്ഞത് ഒരു 10 o'clock ആകുമ്പോൾ ഇവിടെ എത്തിക്കും. അപ്പൊ അതുവരെ നിങ്ങൾ ഇത് ഷൂട്ട് ചെയ്യാൻ പറഞ്ഞു. ചേച്ചി എങ്ങനെയായിരിക്കും പറ? I think she's probably the prettiest bride in the world. I know. Really? He's a കൃഷിയാണോ? yes. അവളെ കുഞ്ഞുനാളിൽ കണ്ട മൊമെന്റ് തൊട്ട് അവിടെ ചിരി, കളി, നമ്മുടെ നെഞ്ചിലൊക്കെ വെച്ച് ഇങ്ങനെ ഉറക്കിയില്ലേ, ഉറക്കിയതും കൈ പിടിച്ച് നടന്നതും, വഴക്കുണ്ടാക്കിയപ്പം പോട്ടെ, അമ്മ വഴക്ക് പറയുമ്പോൾ ഡാഡി പോയി ഒട്ടുമോളെ എന്നൊക്കെ പറഞ്ഞ് ഉമ്മ കൊടുത്തതും ഒക്കെ എന്ന് ഓർക്കുക. വലിയ കുട്ടിയൊക്കെ ആയി കല്യാണം കഴിക്കാനുള്ള ഇതിൽ അവർ പുതിയൊരു ലൈഫിലേക്ക് മാറുന്നു. അതൊക്കെ മനസ്സിൽ വെക്കുക. ആ ഒരു ഗൗൺ ഇട്ട് കാണുന്ന ഒരു മൊമെന്റ് ഉണ്ടല്ലോ, പേരൻസ് ആയിട്ടുള്ളവർക്ക് എല്ലാവർക്കും ഭയങ്കര ഇമോഷണൽ ആവും. അപ്പം ആ മൊമെന്റ് എങ്ങനെയാണോ അത് ശരിക്കും റിയൽ ആയിട്ട് നമ്മുടെ മനസ്സിൽ കൊണ്ടുവരിക. അത് കഴിഞ്ഞ് ആഷ്ലിന് പറയാനുള്ളത് എന്താണ്, ആഷ്ലിൻ അത് പ്രകടിപ്പിക്കും. സൂപ്പറായി, നന്നായി. എന്റെ കുഞ്ഞ് ഇത്രയും വളർന്നല്ലോ. അടിപൊളിയായിരിക്കുന്നു കേട്ടോ, ഇഷ്ടപ്പെട്ടു. സൂപ്പറായിരിക്കും, നന്നായിട്ടുണ്ട്. ചേച്ചി നമ്മൾ കാണാൻ പോകണേ, ചേച്ചി കാണുമ്പോ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുന്നതൊക്കെ പറയാം. ഓക്കെ, Oh my God! Can we hug you? I don't know. Look at you guys! Oh my God, look at the faces. I said she wasn't gonna cry. Oh my God, you're so pretty. Look, marvelous. Do I look okay? You guys, you look so pretty. So pretty. ബൈ കൊടുക്കണം കേട്ടോ, ഡാൻസ് ചെയ്ത് നടന്നു കേട്ടോ. അടിപൊളി, the most marvelous, beautiful bride. ആരാ കരയത്തിൽ? ഓടിയാളെ കാര്യത്തിലെന്ന് പറഞ്ഞു. ഏറ്റവും കൂടുതൽ കരഞ്ഞ അവളാ. ഫസ്റ്റ് കഴിഞ്ഞ ഇവളാണ്.
dearest daughter. From the moment you were born, our hearts were forever changed. We remember holding you close as a newborn, whispering prayers of gratitude to God for entrusting us with such a precious gift. Your tiny hands reminded us of His promise, and your very presence became a living testimony of His goodness. As a little girl, your laughter filled our home like a hymn of joy. We cherished the moments when you bowed your head in simple childhood prayers, teaching us that faith is purest when it comes from a child's heart. We remember Sunday mornings when you sang with innocence and devotion, your voice reminding us that worship is not about perfection but about love. As you grew, we watched you walk through seasons of discovery, sometimes with tears, sometimes with smiles, but always with courage. We saw you lean on God in times of uncertainty, and we rejoiced when your faith became your own. You have always been our strength, even when you didn't realize it, because your trust in the Lord inspired us to trust Him more. And now, here you stand, radiant as a bride, stepping into a new chapter of your life. We give thanks to our Lord for the beautiful soul you have become, compassionate, courageous, and rooted in faith. God has blessed you with Jobin to walk beside you. And today, we rejoice in His faithfulness. This big day of yours brings tears of joy, prayers, and gratitude. You will always be our little girl, but the one who first taught us the meaning of unconditional love. Yet, now, you are also a wife, beginning a journey of unity and devotion. We pray that your marriage will become a sanctuary of love and a place where laughter rings loud, forgiveness flows freely, and God's strength lifts you both through every season. Remember, no matter how old you are, no matter where life takes you, you will always be our daughter. Keep Jesus in the center. Our prayers, our arms, and our hearts are always open to you with endless love. And bless your dad. It's in the car, but I will get it for you. All right. Yeah. Okay, thank you. And Daddy, okay. Yeah, you look so handsome, Dada. Adorable. On this beautiful day, this beautiful morning, on the wedding day, I excited to share this joyful day with my beautiful bride, my beautiful wife, and my amazing family and friends and loved ones who have traveled long way for this beautiful day. And I am so blessed to have such an amazing, beautiful family to support me and guide me in my life. And I cannot wait to enjoy today and start a new journey with my beautiful wife. It was the first time I saw her was with the family when we went to the house, and that was one thing that comes into my mind all the time is when I went to the theme park with the whole family. And my brother's always been talented. When he went to the theme park, the shooting game, he got the shots and won the teddy bear. But I was too young, so Daddy said, no, I will play for Jobin, but he didn't win anything. He didn't win the game. So I was very upset. Daddy doesn't love me, he doesn't care about me, he didn't win for me. But I remember him picking me up and putting me in his arms and just consoling me and giving me the best day in that theme park that one day. And I will always cherish that moment in my life with my dad. Brother is a very interesting story. Always such a close bond with him. It's a brotherly bond. It's unlike anything else. Always tell all my secrets, all my stories with him, and we have very long late night talks that go on for hours and hours and hours. Always there's a competition. There's a competition with anything, but through down, with all the quarrels, with all the fights, with all the arguments, we always love each other till the very end. No matter what, it's always brothers first and then the world. So my brother and I, we're close. Dearest Dada and Mama, the day we prayed for has finally come, and all these months of preparation for the moments that lie ahead of today. Without the grace of our God, we know that this day would have never happened. He has built us a testimony, and we are living it each day. I can't put it into enough words of how grateful I am and how loved I feel. As I take a step into the next chapter of my life, I want to appreciate the two people who have been my everything since day one. When I think back about my life, I remember all the wholesome moments of love that you showed me, the sacrifices that you made for me, and the way that you stood by me
through all my ups and downs. You both created a home where I felt safe, I always felt heard, I was always supported, and I was deeply loved. You have made me the person I have become today. Your patience, which is incredible considering my character, your discipline, your strong faith in Jesus, and your commitment to God has all contributed to shaping me and my future. If there was ever an option to choose parents in another lifetime, I would choose you over and over and over again. You both should be so proud of yourselves because you have made your one chance at parenthood an absolute success. I'm so thankful to God that I was able to see the best example of marriage, commitment, and love in my own household. The love that you both have for each other is immeasurable. You truly represent the love between Christ and the church. Because of you both, I have learned what true love is, what it means to care, to give, and to build something. Because of you, I feel ready to take this next step of my life. Amen. I want to remind you both that I deeply love you both so much. I promise to carry the values and the morals that you taught me growing up, and I hope to continue to make you proud. Thank you for being my two pillars, my hope, my heart, and my greatest blessings. With love, from Ashlyn, always your little princess. ജോബിൻ ഞങ്ങളുടെ ഇളയ പുത്രനാണ്. സ്വീറ്റാണ്, ക്വയറ്റാണ്. 1.5 വയസ്സ് വരെ അവന് നാട്ടിലാണ് വളർന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ സൗദിയിൽ കൊണ്ടുപോയി. ബ്രദേഴ്സ് തമ്മിൽ ആദ്യമൊക്കെ ഫൈറ്റിംഗ് ആയിരുന്നു. എന്താ വെച്ചാൽ അവരവിടെ ജനിച്ചവരാണ്, അവർ അവിടെ ഉള്ളവരാ. അപ്പം ചേട്ടൻ പറയും ഇത് എൻ്റെ ഡാഡിയും മമ്മി, നിൻ്റേതുള്ളത് നാട്ടിലുള്ളവരാന്ന് പറയും. അപ്പച്ചനും അമ്മച്ചിയും നിന്റെ ഡാഡി. ആദ്യമൊക്കെ ഇച്ചിരി സ്ട്രഗിൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവർ ബെസ്റ്റ് ഫ്രണ്ട്സാണ്. ജോബിനെ സംബന്ധിച്ച് വളരെ ക്വയറ്റാണ്. എല്ലാവരുമായിട്ട് ഫ്രണ്ട്ലി, നല്ലപോലെ എല്ലാവരോടും വർത്താനം പറയും. അനുസരണമുള്ള കുഞ്ഞുങ്ങളാണ്. TV ഓൺ ചെയ്യണമെങ്കിൽ വിളിച്ച് ഡാഡിയുടെ ഓഫീസിൽ ചോദിക്കും, ഡാഡി ഞങ്ങൾ TV ഇട്ടോട്ടെ, കണ്ടോട്ടെ. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴും ഞങ്ങളുടെ വീട്ടിലെ ലാസ്റ്റ് കല്യാണമാണ് ഇന്നുകൊണ്ട് ഇതെല്ലാം തീരും. നല്ല ജീവിതം അവർക്കുണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവം തക്ക സമയത്ത് ഭംഗിയായി എല്ലാം ചെയ്തു. വളരെ എന്താ പറയുന്നത്, എക്സൈറ്റഡ് ആണ് ഞങ്ങൾ. എല്ലാവരുമായിട്ടും മിങ്കിളാവുന്നൊരു പ്രകൃതം. അതുപോലെ തന്നെ ഈ ഫാമിലി തമ്മിൽ കണക്ഷൻ. ഞങ്ങൾ ഫോൺ വിളിക്കാത്തവരെ അവൻ വിളിക്കും. ഞങ്ങളുടെ ഫാർ റിലേറ്റീവിനെയൊക്കെ അവനറിയാം. മെയ്ഡ് ഫോർ ഈച്ച് അതർ ആണ്. ബെസ്റ്റ് ജോഡിയാണ്. അവളും ഫ്രണ്ട്ലി, എല്ലാവരോടും സംസാരിക്കും. സത്യത്തിൽ അവളെ 10 വയസ്സുള്ളപ്പോൾ തൊട്ട് ഞങ്ങൾക്ക് അറിയാം. ഞങ്ങൾ പല മീറ്റിങ്ങുകളിലൊക്കെ പോകുമ്പോൾ അവളെ കാണാറുണ്ട്. അവളുടെ ഈ പാട്ടൊക്കെ ഞങ്ങൾ യൂട്യൂബിൽ കേൾക്കാറുണ്ടായിരുന്നു. ഞങ്ങളുടെ അഡ്വൈസ് ഞങ്ങളെ ഇൻവോൾവ് ചെയ്തുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും കുഞ്ഞുങ്ങൾ ചെയ്യുന്നത്. അതിലൊക്കെ വളരെ സന്തോഷമുണ്ട്. നമ്മളിപ്പോൾ അതേ കൊട്ടാരക്കരയിൽ നിന്ന് കുറേ കൂടെ മുമ്പോട്ട് വന്ന് ഞങ്ങൾ അവരുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരൊന്നും ഇല്ല, കൂടുതൽ ആൾക്കാരും ഹാളിതൊക്കെയാണ് വരുന്നത്. ഫസ്റ്റ് ബിജുവിൻ്റെ മോളാണ് ആഷ്ലി. ആഷ് എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. ഇപ്പോൾ രാവിലെ തന്നെ നമ്മൾ കുറേ ഷൂട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ലുക്ക്, പേരൻസ് അവർ തമ്മിൽ കാണുന്ന ഷൂട്ട്, പിന്നെ അവിടെ ബ്രൈഡ്സ് മെയ്ഡ്സ് തമ്മിൽ കാണുന്നത്, ഒരുപാട് ഇമോഷണൽ ടച്ചുള്ള കുറേ വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ എന്തായാലും നമുക്ക് അവരുടെ വീട്ടിലേക്ക് പോവാം. ഇത് ആഷ്ലിയുടെ അതായത് ബ്രോയുടെ അമ്മയുടെ ആങ്ങളെയാ, അമ്മച്ചൻ്റെ മോള്. ഇത് പാസ്റ്റർ. ചർച്ച എവിടെയാ? ഇയാളുടെ അമ്മയായിരുന്നോ? ഇയാളെന്തോ കരച്ചിലായിരുന്നു അവിടെ, ഭയങ്കര കരച്ചിലായിരുന്നു. ഇതിനകത്ത് പറയട്ടെ, ആഷിനെ ഇങ്ങനെ ബ്രൈഡായിട്ട് കണ്ടപ്പോൾ സന്തോഷം കൊണ്ട് കരഞ്ഞാണ്. ഇത് കുഞ്ഞാഷ്ലി, ഈ ആഷ്ലി എന്ന് തോന്നുന്നു. ഇത് ഇവിടുത്തെ ഒരു ഫാമിലി ഫോട്ടോ. ഇത് പപ്പ, ഇത് മമ്മി, ഇത് അമ്മച്ചി, ഇത് വീണ്ടും കുഞ്ഞാഷ്ലി. ഇത് ഏത് എത്ര വർഷമായിക്കാണ് ഈ സാധനം? 99-ലുള്ളതാണ്. 27 വർഷമാണ്. മുടിയൊക്കെ ഇഷ്ടം പോലെ ആയിരുന്നല്ലോ. പിന്നെ മുടി അന്നൊക്കെ നല്ല മുടിയല്ലായിരുന്നു. അത് ഏത് വർഷമായിരുന്നു? 99-ലല്ലേ? അത് ഏത് മാസമാണ്? മെയ് മാസം 1-ാം തീയതി. ഇതാരാ? ഇത് ഇത് നമ്മൾ പരിചയപ്പെട്ടാലോ? അമ്മാച്ചന്റെ മരുമോളല്ലേ? അല്ല, ആഷ്ലിന്റെ പപ്പായുടെ പെങ്ങളുടെ മോന്റെ ഭാര്യ. അതല്ലേ അമ്മ? എന്ത് കറക്റ്റ് ആയിട്ടല്ലേ പറഞ്ഞത്? ഇതോ നിങ്ങൾ രണ്ടുപേരും രണ്ട് ചേട്ടന്മാർ ആമ്പിള്ളാര്. നിങ്ങൾ UK-ലാണോ? അപ്പൊ ആഷ്ലിനെ കുറിച്ചൊക്കെ പറയൂ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഒരു എന്താ പറയാ, എല്ലാം എല്ലാമാണ്. മാത്രമല്ല എല്ലാവരുടെയും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഓളിനോളാണ് ഞങ്ങളുടെ ആ ഒരു ആഷ്ലിനാണ് എല്ലാം. ഇത് ഇവിടുത്തെ അപ്പച്ചനാണോ? ഇതാരാടാ? ഇയാളുടെ പേരെന്താ? അവന് ഇത് ഇഷ്ടമായെന്ന് തോന്നുന്നു. മാവി എന്നാ പറയുന്നു? മാവി രണ്ട്, ഒരാങ്ങളെ ഒരു പെങ്ങളും. ഇന്ന് ആങ്ങളുടെ മോടെ കല്യാണമാണ്. ആങ്ങളെക്ക് ഒരേ മോള് മാത്രമാണ്. ഒരാളിന്റെ വൈഫാണ് ഇത്. ഒരാളിന്റെ വൈഫ് അവിടെ ഉണ്ടായിരുന്നു. കറക്റ്റ് അല്ലേ? 2 ആമക്കളുണ്ടായതുകൊണ്ട് എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു ആഷ്ലിയോട്. എത്ര വയസ്സ് വരെ ഉണ്ടായിരുന്നു ആഷ്ലിയോട്? ഇല്ല, ജനിച്ചൊക്കെ പുറത്താണ്. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാന്ന് പറഞ്ഞു. ഒരേ ഒരു മാവിക്ക് എന്ത്
എന്താ കല്യാണം പ്രമാണിച്ച് UK കൊണ്ടുവന്നു? ഒരു പെട്ടി നിറയെ കൊണ്ടുവന്നോ? കൊണ്ടുതരാനോ കൊണ്ട് തന്നു. ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട നമ്മുടെ മടവാളനെയും കാത്ത് ദേ ഇങ്ങനെ വരുന്നു. ആഷ്ലിന് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞാലാണോ? എനിക്ക് പിള്ളേരോട് പിടിയുണ്ട്. അവര് they have a little love towards their big ചേച്ചി. പിന്നെ എനിക്കാണെങ്കിൽ യൂത്ത് മിനിസ്ട്രിയോട് കോളിംഗ് ഉണ്ട്. I have a special kind of love towards children. അവരുടെ ഇടയിൽ വർക്ക് ചെയ്യാനുണ്ട് എന്റെ യേശുപ്പച്ചന് വേണ്ടി. എങ്ങനെയുണ്ട് മാവി പറ? സുന്ദരിയായിട്ടുണ്ട്. ഇത് എന്റെ ഒരു ഗ്രേറ്റ് ആന്റിയാണ്. ഒരുപാട് പണം കൂടി. ആണോ? എന്റെ മേക്കപ്പ് നല്ലതാണെന്ന് പറയുക. ആണ് മേക്കപ്പ് ചെയ്തില്ല, തന്നെയുള്ള ചെറിയ പരിപാടി ഉള്ളൂ. അമ്മച്ചിയെ ഇങ്ങോട്ട് നോക്കിയേ, ഒരു കൊടുത്തോ. ഹലോ ബേബി, സ്മൈൽ. ഗുഡ് ബോയ്, ഗുഡ് ബോയ്. എന്റെ പ്രിയപ്പെട്ട ഒരു ഫാമിലിയാണ്. ദിസ് ഇസ് മൈ സുസ്മമ്മ, ദിസ് ഇസ് ബേബിച്ച, ശാരൻ ചേച്ചി. എന്താണ് നിങ്ങളെ കുറിച്ച് കമന്റ് ഒക്കെ? ബിബിൻ എന്നൊക്കെ പറഞ്ഞ ആരോ പെൺപിള്ളേരൊക്കെ കമന്റ് എന്താണ്? അടിപൊളിയല്ലേ? പാസ്റ്ററൊക്കെ എനിക്ക് പേഴ്സണൽ മെസ്സേജ് ഒക്കെ അയച്ച് എനിക്ക് ലോകത്തുള്ള സകല എണ്ണോ എനിക്കത് ഫോർവേഡ് ചെയ്യുക. എന്നെ തന്നെ മുഖം കാണും, ഫോർവേഡ് ചെയ്യും. ഓക്കെ ബിബിൻ 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 എല്ലാവരും ഫോർവേഡ് ചെയ്യും. എല്ലാവരും എനിക്ക് മെസ്സേജ് UK വരെ ഇംഗ്ലീഷ് അമ്മമ്മയൊക്കെ. എന്തോ വൈറലായല്ലോ രണ്ടുപേരും കൂടെ. ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഫേമസ് ആയില്ലേ? ആര് ഫേമസ് ആയിരുന്നു? പാസ്റ്റർ ഹാപ്പി ആയില്ലേ? Wow, you look so beautiful. Hi, Jobin. Hello. After many months of prayer and fasting, I can't believe the day is finally here. I know it must have been a busy morning and a lot is going through your mind right now, but I wrote you a poem to bring some calm in the midst of chaos. I mean, right now there was a lot of chaos. Yes. So this is perfect. This morning felt so surreal and new, like every prayer that led me to you. In God's own time and His perfect way, He wrote our love story foreseeing this day. I don't know when my heart first knew how slowly it started to fall in love with you. Not loud or sudden, rushed or fast, but something deep, meant to last. In the simple talks, in silent days, in all your small and caring ways, you showed me love so calm and true, the kind of love I only found in you. Today I stand with a grateful heart, knowing this love was heaven's start. Not just a moment, not just a vow, but a covenant we are stepping into now. I may not promise perfect days or a life without storms or haze, but I promise this, so strong and true. No matter what life throws at us, I will always choose you. I'll be your calm when their days feel long, your quiet strength, your steady song, your laughter when the world feels blue, your home just the way that you are mine too. I saw you standing there before the presence of the Lord in humble prayer. At His altar, delightful and true, the moment where I gave my life to you. Hand in hand, we softly say, Lord, lead us in your holy way, not just as two, but one in His sight, covered in His grace and guided by His light. So here I am with all that I am, trusting in God's eternal plan. And in His presence, I will joyfully say, my Jobin our forever starts today. Love you, my dear. Love you. നമ്മളൊക്കെ ഒരുപാട് കേട്ടിട്ടുള്ള പെന്തക്കോസ്ത് കല്യാണങ്ങൾ, ഒത്തിരി പ്രസംഗങ്ങളൊക്കെ ഉണ്ട് എന്ന് പലരും പലപ്പോഴും പറയാറുണ്ട്. എന്നാൽ സമീപകാലത്ത് കണ്ടുവരുന്ന പെന്തക്കോസ്ത് കല്യാണങ്ങൾ പ്രസംഗം മാത്രമല്ല കേട്ടോ, നല്ല വർഷിപ്പ് സോങ്സ് ഉണ്ട്. ശരിക്കും ഈ ഒരു സോങ് സമയത്ത് ആ ഹാളിൽ എത്തപ്പെട്ടിരിക്കുന്ന അവരുടെ പ്രിയപ്പെട്ടവരും ബന്ധുമിത്രാദികളും എല്ലാവരും ആ ഒരു ആത്മീയ നിറവിൽ അതിനോടൊപ്പം ചേർന്ന് നിന്ന് പാടുന്നത് കാണുമ്പോഴേ നമുക്കും വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. കല്യാണം എന്ന് പറയുന്നത് ആഘോഷം മാത്രമല്ല കേട്ടോ, ദൈവത്തെ കൂടുതൽ അറിയുവാനും കുടുംബജീവിതത്തെക്കുറിച്ച് കൂടുതൽ കേൾക്കുവാനും നമുക്ക് പറഞ്ഞു തരുവാനും ഉള്ള ഒരു സമയം കൂടെയാണ്. അവർ കണ്ട സ്വപ്നം ഒരുമിച്ച് ആ കൈകൾ കോർത്ത് പിടിച്ച് ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. എന്തൊരു സന്തോഷമാണെന്നോ. ഒരുപാട് ഭാഗ്യമുള്ള കപ്പിൾസാണ് പ്രിയപ്പെട്ട ജോബിനും ആഷ്ലിനും. ഞങ്ങള് ബോസ്മതി അറിയുന്ന
താങ്ക് യു. എല്ലാം കാണാൻ ഓ അടിപൊളി. ഞാൻ ഒരു പാർട്ടിനായിട്ടുള്ള ഫോട്ടോ എല്ലാം യു കെയിലാണോ നിങ്ങൾ? അവിടെ ഏത് സ്ഥലത്താ? ആണോ? ഭയങ്കര ഇഷ്ടം. അന്നേരം ഇതൊരു ഡ്രീമാണ് മസാലമാരെ പോയി വീഡിയോ കാണാറുണ്ടോ? ഓ അടിപൊളി അടിപൊളി അടിപൊളി. ഞാൻ യു കെ കഴിഞ്ഞ ജൂലൈ ഫുൾ ഉണ്ടായിരുന്നു. അത് ഞാൻ കണ്ടു, അത് ഞാൻ കണ്ടു. അപ്പൊ കാണാം. ഞങ്ങളുടെ നോക്കി ഇവരെല്ലാം എടുത്തോണ്ടിരിക്കുക. ഓക്കെ എന്നാ താങ്ക്സ് കേട്ടോ. ഞാനൊരു വീഡിയോ ഒക്കെ ഇട്ട് കണ്ടായിരുന്നോ? 1 million ഒക്കെ കണ്ടെന്ന് തോന്നുന്നു മറ്റേ വീഡിയോ. നിങ്ങളെ വീഡിയോ ഇട്ടിട്ടുണ്ട്, കണ്ടായിരുന്നോ? അപ്പൊ അങ്ങോട്ട് താഴ്ത്തു വാ. ആണെന്തി. ഓ അങ്ങനെ വൈറലായല്ലോ, എല്ലാരും കണ്ടല്ലോ വീഡിയോ. നല്ല പരിചയം ഉണ്ടെന്ന് അല്ലേ? Bride and the groom, now husband and wife, enter into the reception hall. And we put our hands together to leave the handsome. We have our hands on the husband. We have a beautiful bride who is now wife to Mr. Jobin Joy. Let's all put our hands together and give them a round of applause. രണ്ട് കുടുംബങ്ങളും എനിക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. രണ്ടുപേരും യു കെയിലാണ്. ഒരുപാട് ദൈവഭയമുള്ള 2 കുട്ടികളാണ്. 2 പാസ്റ്റേഴ്സിന്റെ മക്കളാണ്. പ്രിയപ്പെട്ട ജോബിനും ആഷ്ലിനും എന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച 2 കപ്പിൾസ് ആണ് കേട്ടോ. Talk about your mom. My mom is beautiful. Papa? Daddy is handsome. And plays sports. ഇത് ഇവര് ഫൈറ്റ് ചെയ്യുമ്പോൾ ആരാണ് വിൻ ചെയ്യുന്നത്? പാസ്റ്റർ ചർച്ചല്ലേ നിങ്ങള്? സെക്രട്ടറി ആണോ ചർച്ചിന്റെ? ഓക്കെ. ഇത് സെക്രട്ടറിയുടെ വൈഫ്, ജോയിന്റ് സെക്രട്ടറി. ക്യാഷ്യർ ആരാ? ക്യാഷ്യറായി. നല്ല കളറുള്ള സാരി, പൂക്കളുള്ള സാരി. മിസസ് മീഡിയ ആണോ? പാസ്റ്ററിനെ കുറിച്ചാണ് കാര്യം പറയണേ. 2010 മുതൽ ഞാൻ വിൽസൺ പാസ്റ്ററെ പരിചയപ്പെട്ടതാണ്. അന്ന് മുതൽ ഇന്ന് വരെ ആ സ്നേഹബന്ധത്തിൽ ഞങ്ങൾ ഒരുപോലെ പോകുന്നു. ആ ഒറ്റ സ്നേഹം കൊണ്ടാണ് ഞങ്ങൾ ഇപ്പൊ ഇവിടെ എത്തിയിരിക്കുന്നത്. ഞങ്ങളുടെ സഹോദരനെ പോലെ ഞങ്ങളുടെ പാസ്റ്റർ മുത്താണ് ഞങ്ങളുടെ. അതെ, ഇത് സ്വത്തായി മുത്ത. ഇവിടെ എന്താണ്? ഞങ്ങളുടെ ഏത് വേദനയിലും ഏത് സന്തോഷത്തിലും ദുഃഖത്തിലും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അതാണ് ഞങ്ങളുടെ പ്രാർത്ഥനാ പുരുഷനാണ്. ഞങ്ങൾ ഫ്ലൈറ്റ് വന്നപ്പോൾ ഒരു മിസൈൽ ഞങ്ങളുടെ സൈഡിൽ കൂടെ പോയി. പക്ഷെ അതിന്റെ ശക്തിയാണ്, ശക്തിയാണ്. കല്യാണത്തിന് ഞങ്ങൾ വരണമെന്നുള്ളത് കൊണ്ട് ഞങ്ങൾ ബൈബിൾ സംബന്ധമായ ഏത് സംശയം ഉണ്ടെങ്കിൽ ഞങ്ങൾ അന്നേരം പാസ്റ്ററെ വിളിക്കാം. ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കര സർപ്രൈസ് ആയി. ഇത്രയും പേര് ഒരു കല്യാണത്തിന് യു കെന്ന് കാശ് മുടക്കി വരുന്നത്. അതാണ് കാശിന് സംഭാവന ചർച്ചിന് പോയായിട്ടൊന്നും അല്ലല്ലോ. കേട്ടില്ല. അതാണ് ഞങ്ങളുടെ പാസ്റ്ററും തമ്മിലുള്ള ബന്ധം. അച്ഛൻ നല്ല പാട്ടുകാരനാന്ന് പറഞ്ഞു. അവരുടെ അഭ്യർത്ഥന പറിച്ച് പാടണ്ടോ? അഭിമാനത്തോടുകൂടി ഞങ്ങൾക്ക് പറയാൻ പറ്റും, കിട്ടിയ നല്ല പാസ്റ്റർ തന്നെയാണ്. സപ്പോർട്ട് ചെയ്യുന്നില്ലേ? ആഷ്ലി നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരു മാതൃകയാണ്. യു കെ ആണെങ്കിൽ നമ്മുടെ നാടിന്റെ ഒരു കൾച്ചറും മാറാതെയാ ഞങ്ങളുടെ മുമ്പോണ്ടിരിക്കുന്നത്. ഒരു നാടൻ സഭയാണ് ഞങ്ങളുടെ. യുക്കയുടെ യാതൊരു പ്രൗഢിയതില്ല. ഓക്കെ, താങ്ക് യു. ബൈ. വീഡിയോ കാണുമ്പോൾ ലൈക്ക് കമന്റ് ചെയ്യണം. ചെയ്യണം. ഞങ്ങൾ അക്കൗണ്ട് നമ്പർ അതെ, ദൈവം കറക്റ്റായിട്ടോ ക്യാഷറിന്റെ വൈഫ് ആക്കിയത്. പ്രൊഫഷണൽ കുക്കാണ് ബീജാന്. സൺഡേ സ്കൂളിന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഏത് ഫുഡ് വെച്ചാലും അത് ടേസ്റ്റ് ചെയ്ത് നോക്കുന്ന. ഞായറാഴ്ചകളിൽ വണ്ടിയിൽ ഇരുന്ന് ഉറങ്ങുന്ന ഒരു വ്യക്തിയാണ്. ഡ്യൂട്ടിയുടെ അധികാരിത്യം പോലും. സൺഡേ സ്കൂൾ അധ്യാപനം കൂടെ. അങ്ങനെ കല്യാണം കഴിഞ്ഞ് എല്ലാവരും പോകാനുള്ള തിരക്കാണ്. ഓരോരുത്തർ ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇരിക്കുന്നു. ചിലരൊക്കെ കല്യാണം കഴിഞ്ഞുകൊണ്ട് ക്ഷീണിച്ചിരിക്കുന്ന ആൾക്കാരാണ് കാണുന്നത്. ഒരു കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാള്. ഇവർ 2 ന്യൂലി കപ്പിൾസ് ആയിരുന്നു. Oh, come on, BBC, we can do better than that. Let's hear it for BBC. Ashlyn. Jobin. എന്നോട് ശരിക്കും ഇങ്ങനെ ഇവർ 2 ന്യൂലി കപ്പിൾസ് ആണ് പറഞ്ഞത് ഏറ്റവും നന്നായിട്ട് ചിരിക്കുന്നവർക്ക് അവിടെ ചെല്ലുമ്പോൾ മിനിമം ഒരു 500 പൗണ്ട് വീതം തരുന്നത്.
അങ്ങനെ 2 കല്യാണം നടത്തി കൊടുത്ത് ക്ഷീണിച്ച് ഇരിക്കുന്ന ഒരു പിതാവാണ്. ഇപ്പൊ സന്തോഷം തോന്നില്ല, എല്ലാം കഴിഞ്ഞ്. ഇനി 2 പേരും കൂടെ ഒരു ഹണിമൂൺ ട്രിപ്പ്. അവരുടെ അല്ല, നിങ്ങളുടെ നമ്മുടെ ബാധ്യതകളെല്ലാം ഒഴിച്ചു കഴിയുമ്പോൾ അങ്ങനെ ആവല്ലോ. വൈകുന്നേരം മേലോട്ടൊക്കെ 3 കാണാം, അത്രേ ഉള്ളൂ. നിങ്ങളുടെ കൊച്ചിനെ പഴയ സ്റ്റെപ്സ് ഒക്കെ ഒന്ന് പഠിപ്പിക്കണം. പുതിയ ഹസ്ബൻഡിനെ പഠിപ്പിക്കാനുള്ള എന്താ പഠിപ്പിക്കുന്നത്? ഇതെപ്പോഴും ഇങ്ങനെയാണോ? റബ്ബർ ബോൾ പോലാണോ? അതെ, റൺ സ്റ്റോപ്പ്. ഹായ്, വലുതാകുമ്പോ ഈ വീഡിയോ കാണണം കേട്ടോ. സന്തോഷം പരിചയപ്പെട്ടതിൽ. ഞങ്ങൾ വീഡിയോ ഫേസ്ബുക്കിൽ മാത്രമേ കാണാറുള്ളൂ, ഇൻസ്റ്റയിലും ഉണ്ട്. പക്ഷെ എന്നാലും കണ്ടുപോയിട്ട് പെട്ടെന്ന് ഒരു ഈ ഫേസ് കണ്ടപ്പോഴേ ഞങ്ങൾ ഷോക്കിംഗ് ആയി. ലാസ്റ്റ് കണ്ടപ്പോ അത് ഞാൻ പെട്ടെന്ന് വന്ന് സംസാരിക്കാൻ ഇടയായിരുന്നു. പക്ഷെ നിങ്ങളെടുത്ത പിക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ലാസ്റ്റ് ഒരു വെഡിങ്ങിന്റെ വീഡിയോ ഇട്ടില്ലേ പെന്തക്കോസ് ഫാമിലിയെ പറ്റി, എസ്പെഷ്യലി വളരെ ചുരുക്കം ആൾക്കാരെ ഉള്ളൂ പെന്തക്കോസ് വെഡിങ്ങിനെ പറ്റി എടുത്ത് പറയാൻ. ആ കണ്ടിട്ട് മനസ്സിലായിട്ടില്ല. ഭർത്താക്കന്മാർക്ക് ക്ഷമയാണ് വേണ്ടത്. അല്ല, ഇടിക്കത്തില്ല നമ്മളെ. ജോബിന്റെ സ്വന്തം ആരാണ്? I'm Ashlyn, as Jobin, wishing you a blessed and happy married life. Though some of us couldn't be there physically, all our hearts and prayers are with you on the big day. I'm sure you both have been a blessing to me, and I can't wait to see what God has in store for you as a couple. Enjoy the big day. Bye. May God bless your marriage with love, understanding, and happiness always. May God bless you. I'm Jobin and Ashlyn. Congratulations and happy married life. God bless you both. Hey Ashley, congrats on the marriage. May God bless you and your husband abundantly. May He guide you for the years to come. Wish you a happy married life. God bless. Praise the Lord. സ്തോത്രം ചെയ്യുന്നു. കണ്ടോളം ദൈവം സഹായിച്ചു ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവം നിനക്ക് തന്നെ ലൈഫ് പാർട്ണറെ ഓർത്ത് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. നിന്നെപ്പോലെ തന്നെ വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു ലൈഫ് പാർട്ണറെ കിട്ടിയതിനായിട്ട് ദൈവത്തെ നന്ദി പറയുന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ രാജ്യത്തിനായിട്ട് നിങ്ങൾ ഒന്നിച്ച് മുന്നേറുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. So, what do I say about Ashlyn and Jobin? I've known them both for several years. And they're both as crazy as each other and as lovely as each other. I've loved getting to know them these past few years. Ashlyn is I call her my kunyumani. She's my little sister. She's my little baby. To everyone else, she's very, organized, very, she does all these things in church. She's very on top of things. But with me, she's not like that. I have to do everything when I'm with her. But I love to do it because she's my sister. I look after her. And I love her like she is my own. Jobin's my brother. He drives me absolutely insane, but he is so funny. I remember in the beginning of our friendship, I remember thinking, this guy is crazy. I don't think I could have a deep relationship with him. But after getting to know him and seeing how God has worked in his life, I just wish them all the best in their married life. I can't wait to see where God will do for them. And I can't wait to make more memories with them because now I can see them both at the same time. And I know it's just going to be an amazing time. So I love you both. Congratulations. I wish you the most happy, most blissful, blessed life. Talk about Binu. You know what? The best guy out there for photography. 100% recommend. We have more to say about you than we do about each other. Photography കാര്യങ്ങൾ വരുമ്പം usually ചിലപ്പം comfort കാണത്തില്ല. We might sometimes feel discomfort with lots of forceful positions or placements and things like that. But you made us feel very welcome. You made us feel very calm. You are very respectful, and we appreciate that so much, especially in a wedding that has loads of chaos and loads of rush and stress and loud noise. But thank you so much. And honestly പറഞ്ഞാല് we wouldn't have want to have anybody else. ദിനചേട്ടനാണെങ്കിൽ ഞങ്ങൾ ചൂസ് ചെയ്തത് അതിനെ മാത്രം ഞങ്ങൾ ഒരു റിഗ്രറ്റ് ഇല്ല.
പിന്നെ ഐ ബീൻ ടു മെനി വെഡിങ്സ്. ഫോട്ടോ ടീം ഒക്കെ നോക്കുമ്പോൾ അവർ സിംപ്ലി ഫോട്ടോ ടീം, മീഡിയ ടീം, ഫോട്ടോഗ്രാഫി അത്രേ ഉള്ളൂ. പക്ഷേ ബിനു സീൻസ് എന്ന് പറയുമ്പോൾ മീഡിയ ടീം അല്ല, നമ്മുടെ ഇപ്പോൾ ഒരു ചേട്ടൻ he doesn't come across as oh I'm here just to take photos. നമ്മുടെ കൂടെ ഇരിക്കുക, സംസാരിക്കുക, സ്റ്റോറി പറയുക, ഇങ്ങനെ ഒരു comfortable feel. So thank you so much. 100% recommendation. Subscribe, follow. Next client. Because നല്ലൊരു ബ്യൂട്ടിഫുൾ ഏഞ്ചൽ ആണ് നിങ്ങളുടെ കൂടെ. നാളെ നേരം വിളിക്കുമ്പോൾ എഴുന്നേൽക്കുമ്പോൾ ഇന്ന് നമ്മൾ എഴുന്നേറ്റപ്പം കണ്ട നമ്മുടെ റൂമിൽ കണ്ട ആൾക്കാരല്ല നാളെ മുതൽ. ഓ പെട്ടെന്ന് നിങ്ങൾ നാളെ സ്ട്രക്ക ഉറപ്പാണ്. നമ്മൾ എന്നും കിടക്കുന്ന പോലെ കിടക്കുന്നുണ്ട്, രാവിലെ എണീക്കുമ്പോൾ പെട്ടെന്ന് ഒരു ലേഡി വന്നിരിക്കുന്നത് പിന്നാണ് നമുക്ക് മനസ്സിലായത് നമ്മുടെ വൈഫാണ്. അപ്പൊ അങ്ങനെ കാണുമ്പോൾ ആദ്യം കാണുമ്പോൾ ഹഗ് ചെയ്യണം. പല ദിവസം പടക്കമൊക്കെ ഉണ്ടാക്കി കിടന്നാലും രാവിലെ പുറകെ കൂടെ ചെന്ന് ഹഗ് ചെയ്താലും ഫ്രണ്ടിൽ കൂടെ ചെന്ന് ഹഗ് ചെയ്താലും ഒരു ഹഗ് തീരാനുള്ളത് എല്ലാ ഫാമിലിയിലെ പ്രശ്നങ്ങളും ഒക്കെ. അപ്പൊ ഹാപ്പി ആയിട്ടിരിക്കുക. Thank you bro. Thank you so much. Thank you. നിങ്ങൾ ഫാമിലി ഫ്രണ്ട്സ് ആണോ എങ്ങനെയാണ്? അവൻ യൂണിവേഴ്സിറ്റി പഠിച്ചപ്പോൾ എൻ്റെ സിറ്റിയിലാണ്, മാഞ്ചസ്റ്ററിലാണ് പഠിച്ചത്. അപ്പോൾ അന്ന് മുതൽ അവനും ചർച്ചിലാണ്. സോ വി ബിക്കേം ബെസ്റ്റ് ഫ്രണ്ട്സ്. ഓക്കെ. അങ്ങനെ വൈഫ് ആൻഡ് ഹസ്ബൻഡ് ആയിട്ട് രാവിലെ സിംഗിൾ ആയിട്ട് പോയ ആള് ഒന്നും കൂടെ ചേരുമ്പോ രണ്ടെന്നല്ല, പക്ഷെ ലൈഫിൽ ഒന്നൊന്നും ഇപ്പൊ എന്തോ തോന്നുന്നു ശരിക്കും. This is God. 1 + 1 = 1. God. ഫാമിലി വരാൻ കഴിഞ്ഞതിൽ ഭയങ്കര സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഇത് പിന്നെ ഫേമസ് ആണ്, അതുമല്ല എന്നാലും ഭയങ്കര സന്തോഷം. ഞങ്ങൾക്കുള്ള സന്തോഷം 2 പാസ്റ്റേഴ്സിന്റെ വേണ്ടി ഞങ്ങൾ വരാൻ പറ്റിയതിനുള്ള സന്തോഷം. നോക്കാം അപ്പം മെസ്സേജ് ഇട്ടാൽ മതി. ഓക്കെ ഓക്കെ ബ്രോ, താങ്ക് യു. കൂട്ടുകാരിയല്ലേ? ഓക്കെ വെൽക്കം. ഇവിടെ എങ്ങനെയാ നിങ്ങൾ കസിൻസ്? അപ്പൊ ഓക്കെ ബൈ, കാണാം. പുള്ളി ഉണ്ടല്ലോ, പുള്ളി ഉണ്ട്. ഉത്തരവാദിത്തം ഉള്ളവരൊക്കെ എപ്പോഴും പുറകിലായിരിക്കും, ശരിയല്ലേ ഗൈസ്? അങ്ങനെ നമ്മള് കല്യാണം കഴിഞ്ഞ് ഇപ്പൊ ഞങ്ങള് ആഷിന്റെ വീട്ടിലാണ് വന്നു കയറി, എല്ലാരും കണ്ടു, യാത്ര പറഞ്ഞു. ഭയങ്കര സന്തോഷം. 2 ഫാമിലി ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു. ഒരുപാട് നല്ല കോംപ്ലിമെന്റ് പറയുന്ന കേൾക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് ഒത്തിരി സന്തോഷം 2 ഫാമിലിയോടും. തീർച്ചയായിട്ടും ഒരുപാട് കല്യാണങ്ങൾ നമ്മൾ എടുക്കുന്നുണ്ടെങ്കിലും ഓരോരുത്തരും ഓരോ പ്രത്യേകതകളാണ്. യാത്ര പറഞ്ഞ് പിരിയുമ്പോഴേ എല്ലാവരെയും കണ്ട് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് ഹഗ് ചെയ്ത് പിരിയുന്ന ആ ഒരു സന്തോഷം ഒരിക്കലും നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ആ ഒരു ദിവസം എനിക്ക് അവരെങ്ങനാണെന്ന് ആ അവസാനം യാത്ര പറഞ്ഞ് പിരിഞ്ഞു പോകുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. കല്യാണ ദിവസം അവരുടെ കുടുംബത്തിലെ ഒരാളായിട്ട് മാറാൻ കഴിയുന്നത് ദൈവം തന്ന വലിയൊരു ഭാഗ്യമാണ്.